അളിയ പൈസ ഇല്ലെങ്കിൽ വിലയില്ല. വീട്ടിലും നാട്ടിലൊക്കെ പട്ടി വിലയിരിക്കും. അതുകൊണ്ട് പൈസക്ക് പൈസ തന്നെ വേണം. സത്യം, പൈസ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കത്തില്ല. ആര് വെറുതെ തിരിഞ്ഞു നോക്കൂലോ? ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കാം. നല്ല തമാശ. 100-10. പൈസ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. നീ പൈസയെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ, പൈസ വരും പോകും. അല്ല, നീ എനിക്കൊരു 500 തരയില്ലേ? അപ്പൊ ഈ നാടകം മൊത്തം ഇതിനായതല്ലേ? എന്ത് നാടകം? എടാ, നീ എനിക്കൊരു 500 തരാനുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അത് അപ്പൊ നിന്നോട് പറഞ്ഞു നാടകം എന്നൊക്കെ പറയണ. ഇത് നിനക്ക് നാണുണ്ടോടാ അഭിനയിച്ചെന്റെ പൈസ വാങ്ങിക്കാൻ? ചോദിച്ചതിന്റെ പൈസ നീ എനിക്ക് തരൂ? മുഖത്ത് നോക്കി ഞാൻ പറയില്ലായിരുന്നില്ലേ, തരില്ല. എന്താ നീ തരാത്തത്? എന്റെ 500 നീ കൊണ്ടുപോയത്. ആ പൈസ വെച്ചിട്ട് നീ എന്ത് ചെയ്ത്? ആ പൈസക്ക് ഞാൻ ലഡ്ഡു മേടിച്ച് എന്റെ 10ാം ക്ലാസ് വെച്ച ചെലവ് ഞാൻ കൊടുത്തില്ലേ? ആ നൈസ്. എടാ, കണ്ടവന്റെ 500 വെച്ചിട്ടല്ലേ ലഡ്ഡു മേടിച്ചില്ലായിരിക്കും കൊടുക്കേണ്ടത്. എന്റെ ആ സമയത്ത് പൈസ ഇല്ലായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നീ എനിക്ക് 500 വന്നു, അതിന് ഞാൻ മേടിച്ചു കൊടുത്തു. വേറൊന്നും ഞാൻ ചെയ്തില്ല. അതും നീ എന്ത് കഴുത പുറത്താണോ ഈ പറയണത്? ഒരു ലഡ്ഡു നീ എനിക്ക് മേടിച്ച് തന്ന, എന്റെ പൈസ കൊണ്ടുപോയി. അതിൽ നിന്ന് ഒരു ലഡ്ഡുവിൽ എനിക്ക് തന്നുകൂടി. ലഡ്ഡു ആയിട്ട് ഞാൻ വിതരണം ചെയ്ത് തന്നപ്പോ നിന്റെ വീട്ടിൽ ഇപ്പൊ തീർന്ന്. അണ്ടാ പെട്ടി നിന്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പോയി. ആ പെട്ടിയിലെ ലഡ്ഡുവിന്റെ അവിടെ മണത്തെടുക്കാൻ വേണ്ടിയാ. പെട്ടി കാലിയൊന്നല്ലായിരുന്നട്ടാ, കുറച്ച് പൊടിയുണ്ടായി, അതെല്ലാം തിന്നായിരുന്നു. അല്ല, ഈ 500 ഒക്കെ ലഡ്ഡു മേടിച്ച് നാട്ടുകാരെ തിരിച്ചപ്പോ എന്ത് കിട്ടി? എല്ലാ വീട്ടിലും ലഡ്ഡു കൊണ്ടേ കൊടുത്തപ്പോ ഒരു കൺഗ്രാചുലേഷൻസ്, ഒരു ഉമ്മയും കിട്ടിക്കാവുള്ളൂ. എന്റെ പൈസ എപ്പ തരും? നിന്റെ പൈസ ഞാൻ മുതലും പലിശയും ചേർത്ത് 1000 രൂപ കൈ വെച്ചത്. നീ ഇപ്പൊ കണ്ണടക്കും. ആ കണ്ണ് ഞാൻ പറയണവരേക്കും തുറക്കരുതട്ടാ, ഞാൻ പറയുമ്പോ തുറന്നാ മതി. ആ തുറന്നു. പൈസ അവൻ അറിഞ്ഞൂടെ ഞാൻ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന്. എന്റെ വീടിന് 2 വഴിയുണ്ട്. അതിലപ്പുറം വഴി വന്നാലും നീ വഴി തന്നെ പോളൂ. ഈ വഴി ഞാൻ വരും. അളിയ, നീ ഇങ്ങനെ കരുതിയിട്ട് ഒരു കാര്യമില്ല. ഒരാളെ പറ്റിച്ചോടുമ്പോ ബുദ്ധിയെങ്കിലും അത്യാവശ്യം വേണം. മനസ്സിലായോ?